നമസ്കാരം. സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. കൃഷ്ണഭക്തയായ ശ്രീകൃഷ്ണന്റെ ചിത്രങ്ങൾ തുടർച്ചയായി വരയ്ക്കുന്ന മുസ്ലിം പെൺകുട്ടിയായ ജസ്ന സലീമിനെ ആരും മറക്കില്ല. നടൻ സുരേഷ് ഗോപിയുമായി അടുത്ത ചങ്ങാത്തമുള്ള പെൺകുട്ടിയാണ്. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയപ്പോൾ ജസ്ന സലീം വരച്ച ശ്രീകൃഷ്ണന്റെ പടം ജസ്ന തന്നെ നേരിട്ട് പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചിരുന്നു. ഈയിടെ ജസ്നയ്ക്കെതിരായ സൈബർ ആക്രമണം അതിരുവിടുകയാണ്. യുവാക്കളെ ഹണി ട്രാപ്പിൽ അകപ്പെടുത്തുന്ന പെൺകുട്ടിയാണ് ജസ്ന എന്നുവരെ പ്രചാരണം നടക്കുകയാണ്. ഈയിടെയാണ് താൻ ബലാത്സംഗത്തിന് ഇരയായ വിവരം ജസ്ന സലീം പുറത്തു പറഞ്ഞത്. മദ്രസയിൽ പോകുന്ന മകന് അവിടെ കുറിച്ച് മാനസിക പ്രയാസങ്ങളുണ്ടെന്ന് കണ്ടപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ചിരുന്ന ജസ്ന സലീമിനോട് രതീഷ് കല്യാൺ എന്ന സുഹൃത്ത് നിംഹാസിൽ പഠിച്ച ഡോക്ടർ റോഷൻ എന്ന ഒരാളുണ്ടെന്നും ആ ഡോക്ടറെ കൊണ്ട് മകനെ കൗൺസിലിംഗ് ചെയ്യിക്കാമെന്നും ഉപദേശിച്ചു. അങ്ങനെ മകനെ കൗൺസിലിംഗിനായി കൊണ്ടുപോയ സമയത്താണ് ഡോക്ടറായി ചമഞ്ഞ അയാൾ ജസ്ന സലീമിനെ ലൈംഗികമായി പീഡിപ്പിച്ചത്. നടുവട്ടം ഭാഗത്താണ് ഈ ഡോക്ടറായി ചമഞ്ഞ വ്യക്തിയുടെ വീട്. അത് ജസ്നയെ ഉപദ്രവിച്ച ശേഷം അയാൾ ഭീഷണിപ്പെടുത്തിയതായി ജസ്ന സലീം അന്ന് പുറത്തു പറഞ്ഞില്ല. ഉപദ്രവിച്ചതിന്റെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയിട്ടുണ്ടെന്നും പുറത്തു പറഞ്ഞാൽ ഈ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്നും ഇയാൾ ഭീഷണിപ്പെടുത്തിയിരുന്നു. വീട്ടിൽ കെട്ടിയിട്ടാണ് ഇയാൾ ഉപദ്രവിച്ചതെന്നും ഇതുപോലെ ഒറ്റയ്ക്ക് കഴിയുന്ന സ്ത്രീകളെ പലരെയും ഇയാൾ ഇതേ രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ടെന്നും ജസ്ന പറയുന്നു. ഇടയ്ക്കിടെ വീട്ടിൽ വന്ന് ഇയാൾ ഉപദ്രവിക്കുകയും ചെയ്തു. പക്ഷേ വാസ്തവത്തിൽ ഇയാൾ ഒരു മുസ്ലിം യുവാവാണ്. മെഡിക്കൽ കോളേജിനടുത്തുള്ള സഹകരണ ബാങ്കിൽ ജോലി ചെയ്യുന്ന സ്ത്രീയുടെ മകനാണ് ഈ യുവാവ്. ഞാൻ ഇവന്റെ ഉമ്മയോട് ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞു. പക്ഷേ അവർ കാല് പിടിച്ച് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എന്റെ മകൻ ഒരു പേഷ്യന്റ് ആണ് എന്നാണ് പറഞ്ഞത്. ഇവൻ പലതവണ പൈസ ആവശ്യപ്പെട്ടു, പലപ്പോഴും പേടിച്ച് കൊടുക്കുകയും ചെയ്തു. പക്ഷേ പരാതി നൽകിയിട്ടും ഇവനെ പോലീസ് പിടികൂടുന്നില്ലെന്നും ജസ്ന പറയുന്നു. ഇപ്പോൾ ഇതേ യുവാവ് തന്നെ സമൂഹ മാധ്യമത്തിൽ ജസ്ന സലീം ഹണി ട്രാപ്പ് നടത്തുന്ന യുവതിയാണ് എന്ന രീതിയിൽ പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. തന്റെ മകനോട് മുജീബ് എന്ന പേരിലുള്ള ഒരു ഉസ്താദ് മോശമായി പെരുമാറിയതിനെ തുടർന്നാണ് തനിക്ക് മകനെ കൗൺസിലിംഗിന് വിധേയമാക്കേണ്ടി വന്നതെന്നും ജസ്ന സലീം പറയുന്നു. എന്തായാലും ജസ്ന സലീമിന്റെ ഈ വെളിപ്പെടുത്തൽ സമൂഹത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. താൻ മറ്റൊരു മതത്തിലെ കൃഷ്ണനെ കൂട്ടുപിടിച്ചതിനാണോ എന്നെ ഇങ്ങനെ പീഡിപ്പിക്കുന്നത് എന്ന് ജസ്ന സലീം കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്.